ശ്രീ സതീഷ് ഗോപി, ഇവിടെ സ്വീകരിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ രീതിയിലുള്ള പാളിച്ചകൾ പറ്റി. പക്ഷേ ഒരു അപകടമുണ്ടായപ്പോൾ സ്വീകരിക്കേണ്ട തുടർ നടപടികളിലും വലിയ രീതിയിലുള്ള പാളിച്ചകൾ പറ്റി. നമുക്കറിയാം, ഒരു ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും NDRF സംഘവും ഒക്കെ നിരന്തരം പഠനങ്ങൾ നടത്തുകയും അതനുസരിച്ചുള്ള ട്രെയിനിങ് ഒക്കെ എടുക്കുകയും ചെയ്യുന്നവരാണ്. എന്നാലും ഇപ്പോഴും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ആശങ്കയിൽ ആശ്ചര്യത്തോടു കൂടി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്തുകൊണ്ടാണ് ഈ ആധുനിക കാലത്ത് മാറുന്നത് ഇവരൊക്കെ? ശ്രീമതി രോഹിണി, എനിക്ക് വളരെ പ്രാധാന്യത്തോടുകൂടി പറയാനുള്ളത്, വളരെ നിരാശയോടുകൂടി പറയാനുള്ളത്, ഒരു അപകടമുണ്ടാവുമ്പോൾ, ഒരു ദുരന്തമുണ്ടാവുമ്പോൾ അവസാനം നമ്മുടെ ആർമിയെ തന്നെ, സേനയെ തന്നെ വിളിക്കേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഭാഗത്ത് വീഴ്ചയുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ നേരത്തെ ഇദ്ദേഹം പറഞ്ഞ പോലെ, ശ്രീ രവീന്ദ്രൻ പറഞ്ഞതുപോലെ, അവിടെ വളരെ എഫക്റ്റീവായിട്ട് മണ്ണ് നീക്കാൻ കഴിയുന്നില്ല. നമ്മുടെ രാജ്യത്ത് വളരെ ഫാസ്റ്റായിട്ട് വളരെയധികം മണ്ണ് ഒരു മണിക്കൂർ കൊണ്ട് നീക്കേണ്ട കൂറ്റൻ യന്ത്രങ്ങളുണ്ട്. ആ യന്ത്രങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലം എന്ന് പറയുന്ന അതിലൊരു ഭാഗമാണ് ബാംഗ്ലൂർ, ഈ കർണാടകയിലുള്ള ഭാഗം. ആ യന്ത്രങ്ങൾ അവിടെ എത്തിച്ച് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അത് ഏകോപിപ്പിക്കാൻ അവിടെ കഴിയുന്നില്ല എന്നുള്ളതാണ് ശ്രീ രവീന്ദ്രൻ്റെ വാക്കുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. ഏതിനും എന്തിനും സൈന്യം എത്തണം അവസാന നടപടി എന്നുള്ള നിലയിൽ. അങ്ങനെ നോക്കുമ്പോൾ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും ഇത്തരം കാര്യങ്ങളും സൈന്യം ചെയ്യും. പക്ഷേ ഏതിനും എന്തിനും സൈന്യം എത്തണം എന്നൊരു നിലപാടിലോട്ട് നമ്മൾ പോകുന്നത് നമ്മുടെ ഭാഗത്തുള്ള വീഴ്ചയാണ്. നമ്മുടെ എൻജിനീയറിംഗ് മേഖലയിൽ, അതായത് സാങ്കേതിക മേഖലയിലുള്ള വീഴ്ചയും അതേപോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നതിൽ നമുക്കുണ്ടാകുന്ന വീഴ്ചയുമാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. അത് ശ്രീമതി രോഹിണി പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നെങ്കിൽ നാളെ നമുക്കിവിടെ ഒരു പെട്ടെന്നൊരു അതിശക്തമായ മഴയോ അല്ലെങ്കിൽ ഒരു സുനാമിയോ അല്ലെങ്കിൽ ഒരു ചുഴലിക്കൊടുങ്കാറ്റോ ഉണ്ടാകുമ്പോൾ വീണ്ടും ചരിത്രം ഇതുപോലെ തന്നെ ആവർത്തിക്കില്ലേ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ഉത്തരം നൽകും? പറയൂ, നമ്മൾ എന്ത് ഉത്തരം നൽകും? നമ്മുടെ ജനം, അതായത് ജനം നികുതി കൊടുക്കുന്നുണ്ട്. ആ ജനത്തിൻ്റെ സ്വത്തിനും ജനത്തിൻ്റെ ജീവനും സംരക്ഷണം നൽകേണ്ടതാണ് ഒരു സർക്കാരിൻ്റെ, ഒരു ഗവൺമെൻറ്റിൻ്റെ കടമ. ആ കടമയിലും ആ ഉത്തരവാദിത്വത്തിലും നിന്നുകൊണ്ടാണ് ഇതുപോലെ ദേശീയ ദുരന്ത അതോറിറ്റിയും അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തും അതിൻ്റെ സെൻറ്ററുകളും സ്ഥാപിക്കുന്നത്. ഒരു ദുരന്തമുണ്ടായാൽ എത്രയും പെട്ടെന്ന് ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി കുറച്ച് എത്രയും കൂടുതൽ ജീവനുകളെ രക്ഷപ്പെടുത്തിയെടുക്കുക. പക്ഷേ നമുക്ക് ഇപ്പോൾ ഈ സമീപകാലത്ത് നടന്ന സംഭവങ്ങളെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇത് വളരെ എഫക്റ്റീവായിട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ഉത്തരം നൽകും? അതെ, തീർച്ചയായും സംവിധാനത്തിലെ പാളിച്ചകൾ ഇപ്പോഴുമുണ്ട്. ഓരോ മണിക്കൂറും വിലപ്പെട്ടതാണ്. അതിൻ്റെ പ്രാർത്ഥനയിൽ തന്നെയാണ് അർജുൻ്റെ കുടുംബവും നമ്മളെല്ലാവരും. പ്രതീക്ഷയുടെ പൊൻകിരണങ്ങളുള്ള മണിക്കൂറുകൾ തന്നെ ഇനിയും വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം, പ്രാർത്ഥിക്കാം.